ജീവിതത്തിൽ എന്ന പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സുജാത ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനുണ്ട്. കിരൺ, ഒരു നിമിഷം. ശ്രീ സുജാത, ഞാൻ അതും ചോദിച്ച് കേട്ടില്ല എന്ന് തോന്നുന്നു, ഫോൺ കട്ടായി. എന്താണെങ്കിലും വലിയ നഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അദ്ദേഹമൊത്തുള്ള പാർട്ടിയിലെ പ്രവർത്തന സമയങ്ങളെ പറ്റി എന്ന് അനുസ്മരിക്കാം. തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരിയുടെ വേർപാടും കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. കാരണം CPM-ന് മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അതുപോലെ രാജ്യത്തെ പുരോഗമനപരമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതൊരു വലിയ സങ്കടമാണ്. കാരണം ഒരു രാജ്യത്ത് ഒരു എന്താ പറയുന്നേ, ഏതെല്ലാം തരത്തിലുള്ള പിന്തുണയും സഹായവുമാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ശരിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്നു, CPM-ന്റെ ദേശീയ സെക്രട്ടറി ആയി. ഏറ്റവും എന്തൊരു സ്നേഹവും സൗഹൃദവും ഒക്കെ ആയിരുന്നു. കാരണം ഞാൻ SFI വരുമ്പോൾ എന്റെ നേതാവാണ് യെച്ചൂരി. ഇപ്പോ സെൻട്രൽ കമ്മിറ്റി അംഗമായി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരു പ്രവർത്തക കൂടിയായിരുന്നു ഞാൻ. നമുക്ക് സമീപകാലത്താണ് അദ്ദേഹത്തോടൊപ്പം വിയറ്റ്നാം സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. കാരണം അദ്ദേഹത്തെ നമുക്കത് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇത്രയും സുഖമില്ലാതെ ഹോസ്പിറ്റലില് ന്യൂമോണിയ ബാധിതനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും വിളിച്ചിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, എങ്ങനെയാണ് ഒരു അവസ്ഥയെന്ന്. കാരണം അദ്ദേഹം ഈ നാടിന് ആവശ്യമുണ്ടായിരുന്നു, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, CPIM-നും. നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ് യെച്ചൂരി ഇത്ര പെട്ടെന്ന് നമ്മളിന്ന് പോകും നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ സുജാത, നന്ദി അനുസ്മരിച്ചതിന്.